ഒരു അമാനുഷിക ശക്തിയുടെ സഹായമില്ലാതെ സാധാരണ മനുഷ്യരെ കൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ കഴിയില്ല. ചിലർ അത് അന്യഗ്രഹ ജീവികൾ പണിതതാണെന്ന് പറയുന്നു, ചിലരത് ദൈവങ്ങൾ പണിതാണെന്ന് പറയുന്നു. ഒരു പടുകൂറ്റൻ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വെറും ഉളിയും ചുറ്റുകയും കൊണ്ട് താഴേക്ക് തുരന്ന് ആ പർവ്വതത്തെ സങ്കീർണമായ ഒരു ക്ഷേത്രമാക്കി മാറ്റുകയെന്ന് വെച്ചാൽ അത് അസാധ്യം എന്ന് തന്നെ പറയണം. ഇങ്ങനെ ഉളി കൊണ്ട് തുരന്ന് കളഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 2 ലക്ഷം ടൺ പാറയാണ്. അതായത് ഏകദേശം 35,000 ആനകളുടെ, അല്ലെങ്കിൽ 1.5 ലക്ഷം കാറുകളുടെ, അല്ലെങ്കിൽ 2000-ഓളം ഫുള്ളി ലോഡഡ് തീവണ്ടികളുടെ അത്രയും ഭാരം. അത് എത്ര വലിയ ഭാരമാണെന്ന് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇത്രയധികം പാറ ഉളിയും ചുറ്റികയും കൊണ്ട് തുരന്നെടുത്തത് പോട്ടെ, ഈ പാറാവശിഷ്ടങ്ങളുടെ ഒരു പൊടി പോലും ഇന്നേ വരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഈ 2 ലക്ഷം ടൺ പാറ എങ്ങോട്ട് പോയി? അത് വേസ്റ്റ് വന്ന പാറയുടെ കാര്യം. ഇത്രയും പാറ മലയിൽ നിന്ന് തുരന്നെടുത്ത് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതോ ഇന്നത്തെ ലേസർ കട്ട് ടെക്നോളജി കൊണ്ട് പോലും പണിയാൻ പറ്റാത്ത കോംപ്ലക്സ് ശില്പങ്ങൾ, ഇടനാഴികൾ, ഗോപുരങ്ങൾ, പല നിലകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കൂറ്റൻ ക്ഷേത്രം. ഇപ്പൊ നമ്മൾ കാണുമ്പോ ഇത്രയുണ്ട്. ഇത് പണിത കാലത്ത് ഇതിന്റെ ഡബിൾ ഉണ്ടായിരുന്നു. തൂക്കുപാലങ്ങളും കൂറ്റൻ ശില്പങ്ങളും അടക്കം വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത ഒരു മാസ്റ്റർ പീസ് ആയിരുന്നു 8-ാം നൂറ്റാണ്ടിൽ പണിത ഈ കൈലാസനാഥ ക്ഷേത്രം. ഇനി നിങ്ങൾ പറ, ഇതിന് പുറകിൽ മനുഷ്യന്മാര് മാത്രമായിരിക്കും? വിവരണം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നേരിട്ട് ഇതിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും മനുഷ്യരെ കൊണ്ട് ഇത് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന്.